അയോധ്യ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യം. അവിടെ ജനങ്ങൾ ഒരുപോലെ സ്നേഹിച്ച ഒരു രാജകുമാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് രാമൻ. അവൻ ശക്തനായിരുന്നു, പക്ഷേ അതിനേക്കാൾ വലുതായിരുന്നു അവൻ്റെ സദ്ഭാവന. സത്യത്തിന് മുന്നിൽ ഒരിക്കലും തല കുനിക്കാത്ത ഒരു മനുഷ്യൻ. രാജാവ് ദശരഥന് അവനെ അടുത്ത രാജാവാക്കാൻ മുഴുവൻ മനസ്സുമുണ്ടായിരുന്നു. രാജ്യം തയ്യാറായിരുന്നു, ജനങ്ങൾ കാത്തിരുന്നു, പൂക്കൾ വിരിഞ്ഞു, ആഘോഷങ്ങൾ ഉയർന്നു. പക്ഷേ അയോധ്യയിലെ സന്തോഷത്തിന് ഒരു നിമിഷം പോലും ആയുസ്സുണ്ടായില്ല. ഒരു രാത്രിയിൽ ദശരഥൻ കൈകേയിയുടെ മുറിയിലെത്തി. അവളുടെ മുഖത്ത് പുഞ്ചിരിയില്ലായിരുന്നു. അവൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ എനിക്ക് ഒരിക്കൽ 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ദശരഥൻ മൗനനായി. അവൻ മറന്നിരുന്നു, പക്ഷേ രാജാവിൻ്റെ വാക്ക് ഒരിക്കലും പിൻവലിക്കാനാകില്ല. കൈകേയി പറഞ്ഞു, ആദ്യ വരം, എൻ്റെ മകൻ ഭരതൻ രാജാവാകണം. ദശരഥൻ്റെ ഹൃദയം തകർന്നു. പിന്നെ അവൾ പറഞ്ഞു, രണ്ടാമത്തെ വരം, രാമനെ 14 വർഷം വനവാസത്തിലേക്ക് അയക്കണം. അതൊരു വാക്കല്ലായിരുന്നു, അതൊരു വിധിയായിരുന്നു. ദശരഥൻ നിലത്തു വീണു. രാവിലെ രാമനെ വിളിച്ചു. രാജാവിൻ്റെ കണ്ണുകളിൽ കണ്ണീർ മാത്രം. വാക്കുകൾ പുറത്തു വന്നില്ല. ഒടുവിൽ സത്യം പറഞ്ഞു. 14 വർഷം, വനം, രാജ്യമില്ല, കിരീടമില്ല. അയോധ്യ നിശബ്ദമായി. എല്ലാവരും കാത്തിരുന്നു രാമൻ്റെ പ്രതികരണം. കോപമോ ദുഃഖമോ? പക്ഷേ രാമൻ പുഞ്ചിരിച്ചു. അവൻ പറഞ്ഞു, പിതാവേ, നിങ്ങളുടെ വാക്ക് എനിക്ക് ആജ്ഞയാണ്. ഒരു രാജകുമാരൻ അന്ന് സ്വന്തം ജീവിതം ത്യജിച്ചു. സീത. ഈ വാർത്ത കേട്ടപ്പോൾ അവൾ കരഞ്ഞില്ല. അവൾ പറഞ്ഞു, നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞാനും വരും. രാജ്മഹാൾ വനത്തേക്കാൾ ഭയപ്പെടുത്തുന്നതായി അവൾക്ക് തോന്നി. ലക്ഷ്മണൻ പറഞ്ഞു, അണ്ണാ, നിങ്ങളില്ലാത്ത അയോധ്യ എനിക്ക് വേണ്ട. 3 പേർ ഒരേ മനസ്സോട്. വനം. കാടിൻ്റെ ശബ്ദങ്ങൾ, അപരിചിതമായ രാത്രികൾ, വിശപ്പും തണുപ്പും. പക്ഷേ സീതയുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. കാരണം അവളുടെ കൂടെ ധർമ്മം നടന്നിരുന്നു. രാമൻ വനത്തിൽ ഒരു രാജാവായി ജീവിച്ചില്ല, ഒരു മനുഷ്യനായി ജീവിച്ചു. സന്യാസികൾക്ക് സംരക്ഷണം നൽകി, അനീതിയുടെ മുന്നിൽ തല കുനിയാതെ നിന്നു. അയോധ്യയിൽ ദശരഥൻ മകനില്ലാതെ ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു രാത്രി അവൻ രാമൻ്റെ പേര് വിളിച്ചു. പിന്നെ രാജാവ് കണ്ണടച്ചു. അയോധ്യ അച്ഛനെയും മകനെയും ഒരുമിച്ച് നഷ്ടപ്പെടുത്തി. ഈ കഥ ഒരു വനവാസത്തിൻ്റെ കഥയല്ല, ഒരു മനുഷ്യൻ ധർമ്മം തിരഞ്ഞെടുത്ത കഥയാണ്. സ്വന്തം സന്തോഷങ്ങളെക്കാൾ വലിയതെന്ന് സത്യത്തെ വിശ്വസിച്ച ഒരു ആത്മാവിൻ്റെ കഥ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സോൾ ഓഫ് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ കഥയിലും ഒരു ആത്മാവുണ്ടാകും.